ചിലർ പറയും ഇത് ചൂതാട്ടം പോലെയാണ്. ചിലർ ഒരു ഷെയർ വാങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ ലാഭം പ്രതീക്ഷിക്കും. മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ നിക്ഷേപിച്ച് സമ്പത്തുണ്ടാക്കും. പക്ഷേ സത്യം എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് വെറും സ്ക്രീനിൽ പച്ചയും ചുവപ്പും കാണുന്ന അക്കങ്ങളല്ല. അതിൻ്റെ പിന്നിൽ കമ്പനികളും ബാങ്കുകളും വലിയ ഫണ്ടുകളും സർക്കാരുകളും പലിശ നിരക്കും യുദ്ധവും വാർത്തകളും മനുഷ്യരുടെ ഭയവും ആഗ്രഹവും എല്ലാം ചേർന്നൊരു വലിയ കളിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ യഥാർത്ഥ കളി, ബിഹൈൻഡ് ദ ഷെയർ മാർക്കറ്റ്. എൻ്റെ പേര് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്ക്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വെറും ഒരു നമ്പർ വാങ്ങിക്കുന്നില്ല. ആ കമ്പനിയുടെ ചെറിയൊരു ഉടമസ്ഥാവകാശമാണ് നിങ്ങൾ വാങ്ങുന്നത്. ഉദാഹരണത്തിന്, ഒരു നല്ല ബിസിനസ് ഉണ്ടെന്ന് കരുതുക. അത് ലാഭം ഉണ്ടാക്കുന്നു, വളരുന്നു, പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഭാവിയിൽ ലാഭം കിട്ടും എന്ന പ്രതീക്ഷ ഉണ്ടാക്കും. അതുകൊണ്ട് ആളുകൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ തുടങ്ങും. വാങ്ങാൻ ആളുകൾ കൂടുമ്പോൾ വില ഉയരും, വിൽക്കാൻ ആളുകൾ കൂടുമ്പോൾ വില താഴും. ഇത്ര ലളിതമാണോ മാർക്കറ്റ്? ഒരിക്കലുമല്ല. ഇതിലാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണ ജനങ്ങൾ മാത്രമല്ല കളിക്കുന്നത്. വലിയ മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, പെൻഷൻ ഫണ്ടുകൾ, വിദേശ നിക്ഷേപകർ, വലിയ ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, ഇവയാണ് വലിയ പണം ഇതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ബിഗ് പ്ലെയേഴ്സ്. ആണ് മാർക്കറ്റിൻ്റെ ആദ്യ രഹസ്യം. സീക്രട്ട് നമ്പർ 1: വില ഇന്നത്തെ സത്യത്തെക്കാൾ ഭാവിയിലെ പ്രതീക്ഷയെ അടിസ്ഥാനമാക്കിയാണ് നീങ്ങുന്നത്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ മേടിക്കുമ്പോൾ, ഒരു വലിയ ഫണ്ട്, വലിയ കമ്പനി 100 കോടി അല്ലെങ്കിൽ 1000 കോടി രൂപയുടെ തീരുമാനമാണ് എടുക്കുന്നത്. അവരുടെ ഒരു വലിയ വാങ്ങൽ പോലും ഒരു ഷെയറിൻ്റെ വില ഉയർന്നേക്കാം. അവരുടെ ഒരു വലിയ വിൽപ്പന പോലും മാർക്കറ്റിൽ താഴേക്ക് വലിക്കും. ഇതിനാലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് നല്ല വാർത്ത വന്നിട്ടും ഷെയർ താഴുന്നു, ചീത്ത വാർത്ത വന്നിട്ടും ചിലപ്പോൾ ഷെയർ ഉയരുന്നു. കാരണം മാർക്കറ്റ് ഇപ്പോഴത്തെ വാർത്ത മാത്രം നോക്കുന്നില്ല, മാർക്കറ്റ് ഭാവിയെ കണക്കാക്കുന്നു. ഒരു കമ്പനിയല്ല ഫലം പ്രഖ്യാപിച്ചാലും, ഒരു കമ്പനി ലാഭം പ്രഖ്യാപിച്ചാലും വലിയ നിക്ഷേപകർ തോന്നിയാൽ ഇനി വളർച്ച കുറക്കാം, അവർ വിറ്റു തുടങ്ങും. അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ സംശയം വീണ്ടും വരും: ഫലം നല്ലതല്ല, പിന്നെ എന്തിന് വില താഴുന്നു? സീക്രട്ട് നമ്പർ 2: ലിക്വിഡിറ്റി. ലോകത്ത് പണം സുലഭമായി ലഭിക്കുമ്പോൾ മാർക്കറ്റ് ഉയരും. ബാങ്കുകൾ പലിശ കുറയ്ക്കുമ്പോൾ ആളുകൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ പണം വെക്കുന്നതിന് പകരം ഷെയർ മാർക്കറ്റിലേക്ക് വരും. കമ്പനികൾക്ക് വായ്പ എളുപ്പമാകും, ബിസിനസ്സുകൾ വികസിക്കും. ഇത് മാർക്കറ്റിൻ്റെ പോസിറ്റീവാണ്. പക്ഷേ പലിശ നിരക്ക് ഉയരുമ്പോൾ കഥ മാറും. ബോണ്ടുകളിൽ ഒരു റിട്ടേൺ കിട്ടും, ഡോളർ ശക്തമാകും. വിദേശ നിക്ഷേപകർ ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിതമായ US ട്രഷറി ബോണ്ടുകളിലേക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് താഴും. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് മനസ്സിലാക്കണമെങ്കിൽ കമ്പനി മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ നോക്കേണ്ടത് പലിശ നിരക്ക്, പണപ്പെരുപ്പം, ഡോളർ, ക്രൂഡ് ഓയിലിൻ്റെ വില, യുദ്ധം, സർക്കാർ നയം, നികുതി തെരഞ്ഞെടുപ്പ്, ലോക സമ്പദ് വ്യവസ്ഥ, ഇതെല്ലാമാണ്. മൂന്നാമത്തെ സീക്രട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റിൻ്റെ 2 വികാരങ്ങളാണ് ഏറ്റവും ശക്തം. ഭയം. മാർക്കറ്റ് ഉയരുമ്പോൾ എല്ലാവരും ഓടി വരും, ഇനി മിസ് ചെയ്യരുത് എന്ന ഭയം. ഇത് ഫോമോ എന്നാണ് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. മാർക്കറ്റ് താഴുമ്പോൾ ആളുകൾ ഭയന്ന് വിൽക്കും. ഇനി എല്ലാം തകരും എന്ന് കരുതി നഷ്ടങ്ങളിൽ ഷെയർ വിറ്റഴിക്കും. വലിയ കളിക്കാർ പലപ്പോഴും ഈ വികാരത്തെ ഉപയോഗിക്കും. ഒരു ഷെയർ കുറച്ച് ഉയരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ കഥകൾ വരും. ഇത് അടുത്ത മൾട്ടി ബാഗറാണ്, ഇത് വാങ്ങിയാൽ ജീവിതം മാറും, ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ലഭിക്കില്ല. സാധാരണ ആളുകൾ അതിൽ വീഴും. വില ഉയർന്ന ശേഷം വാങ്ങും. പിന്നീട് വലിയവർ ലാഭം ബുക്ക് ചെയ്ത് വിൽക്കും. ചെറിയ നിക്ഷേപകർ അതിൽ പിന്നെയും കുടുങ്ങും. ഇതിനെ ചിലപ്പോൾ പമ്പ് ആൻഡ് ഡംപ് എന്നാണ് പറയുന്നത്. വില കൃത്രിമമായി ഉയർത്തി പിന്നെ ഉയർന്ന വിലകളിൽ വിറ്റ് പുറത്തു പോകുന്ന കളി. അതുകൊണ്ട് മാർക്കറ്റിൽ ഏറ്റവും അപകടകരമായ വാക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എല്ലാവരും വാങ്ങുന്നു. എല്ലാവരും വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താണ് വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് വാങ്ങുന്നത്? ആ കമ്പനിയുടെ യഥാർത്ഥ മൂല്യം എന്താണ്? ഇതറിയാതെ കയറുന്നത് അപകടകരമാണ്. നാലാമത്തെ സീക്രട്ട്: പ്രത്യേകിച്ച് ചെറിയ കമ്പനികളിൽ ചിലപ്പോൾ ചില ഗ്രൂപ്പുകൾ വില നിയന്ത്രിക്കാൻ ശ്രമിക്കും. അവർ പതുക്കെ ഷെയർ വാങ്ങും, വില ഉയർത്തും, പിന്നെ ടിപ്പുകൾ പരത്തും. ഇതിൽ വലിയ ഓർഡർ വരുന്നു, പ്രൊമോട്ടർ വലിയ പ്രഖ്യാപനം ചെയ്യാൻ പോകുന്നു, വിദേശ ഫണ്ട് വാങ്ങുന്നു എന്നൊക്കെ ആളുകൾ വിശ്വസിപ്പിക്കും.
അങ്ങനെ വില ഉയർത്തും. അപ്പോൾ ഇവർ അത് വിറ്റ് അതിൽ നിന്ന് എക്സിറ്റ് ആവും. അവസാനം അവിടെയും കുടുങ്ങുന്നത് ചെറിയ നിക്ഷേപകരാണ്. എല്ലാ ഷെയറുകളും ഇങ്ങനെ ആണ് എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ മാർക്കറ്റും തട്ടിപ്പല്ല, പക്ഷേ മാർക്കറ്റിൽ തട്ടിപ്പുകളുണ്ട്. അതിനാൽ കണ്ണടച്ച് വിശ്വസിക്കരുത്, ഡേഞ്ചറാണ്. അഞ്ചാമത്തെ സീക്രട്ട്, കമ്പനിയുടെ യഥാർത്ഥ ബിസിനസ്. ഒരു നല്ല നിക്ഷേപകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്: കമ്പനി എന്താണ് വിൽക്കുന്നത്? അതിന് സ്ഥിരമായ വരുമാനമുണ്ടോ? കടം കൂടുതലാണോ? ലാഭം വളരുന്നുണ്ടോ? മാനേജ്മെന്റിനെ വിശ്വസിക്കാമോ? കമ്പനിക്ക് മത്സരിക്കാൻ ശക്തിയുണ്ടോ? ഭാവിയിൽ ഈ ബിസിനസ് ആവശ്യമായിരിക്കുമോ? ഉദാഹരണത്തിന്, ഒരു കമ്പനി നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, കടം കുറവാണ്, ലാഭം സ്ഥിരമായി വളരുന്നു, മാനേജ്മെന്റ് നന്നാണ് എന്നാണെങ്കിൽ ദീർഘകാലത്തെ ഷെയർ വില ഉയരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ചില കമ്പനികൾ കഥ മാത്രം വിൽക്കും, ലാഭമില്ല, കടം കൂടുതലാണ്, പക്ഷെ വലിയ ഭാവി സ്വപ്നം കാണും. AI, EV, ഗ്രീൻ എനർജി, ഡിഫൻസ്, സെമി കണ്ടക്ടർ ഇതുപോലുള്ള ട്രെൻഡിങ് വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ ആകർഷിക്കും. ട്രെൻഡ് തെറ്റല്ല, പക്ഷേ ട്രെൻഡിനൊപ്പം യഥാർത്ഥ ലാഭവും വേണം. കഥ മാത്രമല്ല, കഥ കൊണ്ട് ദീർഘകാലം കമ്പനി നിലനിൽക്കാനാകില്ല. ആറാമത്തെ സീക്രട്ട്, ഇൻസൈഡറുടെ കളി. ഒരു കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം അറിയുന്നത് ആരാണ്? മാനേജ്മെന്റ്, വലിയ ഓഹരി ഉടമകൾ, അടുത്ത ബന്ധമുള്ളവർ. നിയമപ്രകാരം ഇൻസൈഡർ ട്രേഡിംഗ് കുറ്റമാണ്, പക്ഷേ ലോകമെമ്പാടും ഈ വിഷയങ്ങളിൽ സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഷെയർ ഉയരും, ചിലപ്പോൾ വലിയ മോശം വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഷെയർ താഴും. അപ്പോൾ നമുക്ക് മനസ്സിലാകും മാർക്കറ്റിൽ എല്ലാവർക്കും ഒരേ വിവരം ഒരേ സമയത്ത് ലഭിക്കില്ല എന്ന്. അതിനാൽ ചെറിയ നിക്ഷേപകർ ചെയ്യേണ്ടത് എന്താണ്? കുറുക്കു വഴി നോക്കരുത്, ഗോസിപ്പ് പിന്തുടരുത്. നല്ല കമ്പനികൾ, നല്ല വില, ദീർഘമായ ചിന്ത, ഇതാണ് സുരക്ഷിത വഴി. ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ട്രേഡിംഗ് എന്നത് ചെറിയ സമയത്തിനുള്ളിൽ വിലയുടെ ചലനം ഉപയോഗിച്ച് ലാഭം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. ഇത് വളരെ പ്രയാസമുള്ളതാണ്. മാനസിക നിയന്ത്രണം, സ്റ്റോപ്പ് ലോസ്, റിസ്ക് മാനേജ്മെന്റ് എല്ലാം വേണം. ഇൻവെസ്റ്റിംഗ് എന്നാൽ നല്ല ബിസിനസ്സിൽ പങ്കാളിയാകുക എന്നതാണ്. നിങ്ങൾ ദിവസേന വില നോക്കി ഭയപ്പെടേണ്ടതില്ല. ബിസിനസ് നല്ലതാണോ എന്നതാണ് പ്രധാന ചോദ്യം. മിക്ക സാധാരണക്കാർക്കും ട്രേഡിങ്ങിനേക്കാൾ ഇൻവെസ്റ്റിംഗ് ആണ് നല്ലത്. കാരണം ട്രേഡിങ്ങിൽ എതിരാളികൾ വളരെ ശക്തമാണ്. അവർക്ക് ഡാറ്റയും ടെക്നോളജിയും വേഗത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പണവുമുണ്ട്. നമുക്കുള്ളത് ക്ഷമയും ബുദ്ധിയും മാത്രം. അത് ശരിയായി ഉപയോഗിച്ചാൽ നമുക്ക് വിജയിക്കാം. മാർക്കറ്റ് എപ്പോഴും നീതിയുള്ളതല്ല, പക്ഷേ ദീർഘകാലത്ത് ബിസിനസ്സിനെ പിന്തുടരും. ചെറിയ കാലത്ത് മാർക്കറ്റ് വികാരത്താൽ നീങ്ങും. ഒരു വാർത്ത, ഒരു ട്വീറ്റ്, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു യുദ്ധം, ഒരു പലിശ പ്രഖ്യാപനം, ഇതെല്ലാം വില മാറ്റും. പക്ഷേ ദീർഘകാലത്ത് ഒരു ബിസിനസ് വളർന്നാൽ അതിൻ്റെ മൂല്യം മാർക്കറ്റ് അംഗീകരിക്കും. അതുകൊണ്ടാണ് വലിയ നിക്ഷേപകർ പറയുന്നത്, വില ദിവസവും മാറും, മൂല്യം പതുക്കെ വളരും. നമ്മൾ വിലയുടെ പിന്നാലെ ഓടിയാൽ ഭയപ്പെടും. മൂല്യം മനസ്സിലാക്കി നിക്ഷേപിച്ചാൽ ക്ഷമ വരും. ഇനി ഒരു സാധാരണ നിക്ഷേപകൻ പാലിക്കേണ്ട ചില നിയമങ്ങൾ പറയാം. ഒന്നാമത്, കടം എടുത്ത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കരുത്. മാർക്കറ്റ് നിങ്ങളുടെ പ്രതീക്ഷ പോലെ ഉയരണമെന്നില്ല. കടം സമ്മർദ്ദമുണ്ടാക്കും. സമ്മർദ്ദം തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കും. രണ്ടാമത്, മുഴുവൻ പണവും ഒരു ഷെയറിൽ ഇടരുത്. ഡൈവേഴ്സിഫിക്കേഷൻ വേണം. വിവിധ മേഖലകളിൽ നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുക. ആ പിക്ക് ചെയ്ത ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത്, ടിപ്പുകൾ കേട്ട് ഷെയർ ഒരിക്കലും വാങ്ങരുത്. ഒരു സുഹൃത്ത് പറഞ്ഞു, വാട്സപ്പിൽ കണ്ടു, യൂട്യൂബർ പറഞ്ഞു, ഇതൊന്നും നിക്ഷേപത്തിന് മതിയായ കാരണങ്ങളല്ല ശരിക്കും. നാലാമത്, വില താഴുമ്പോൾ മാത്രം ഭയപ്പെടരുത്. പാനിക് ആകരുത്. നിങ്ങൾ വാങ്ങിയത് നല്ല കമ്പനി ആയിരുന്നോ എന്ന് ചോദിക്കുക. ബിസിനസ് മോശമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വില താഴ്ച അവസരമാകാം. അഞ്ചാമത്, പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള ആഗ്രഹം നിയന്ത്രിക്കുക. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്നത് അത്യാഗ്രഹം കൊണ്ടാണ്. സമ്പത്ത് പതുക്കെ ഉണ്ടാക്കുന്നതാണ് ആരോഗ്യകരം. ആറാമത്, എമർജൻസി ഫണ്ട് വേണം. 6 മാസം മുതൽ 1 വർഷം വരെ ചെലവിന് വേണ്ട പണം സുരക്ഷിതമായി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ലക്ഷ്യം നടത്താൻ പാടുള്ളൂ. ഏഴാമത്, മാർക്കറ്റിനെ ബഹുമാനിക്കുക. മാർക്കറ്റിനെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. മാർക്കറ്റിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ യഥാർത്ഥ കളി എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ഇത് വെറും ഷെയർ വാങ്ങലും വിൽപ്പനയും അല്ല. ഇത് പണം, വിവരം, വികാരം, സമയം, ക്ഷമ, ശക്തി ഇവയുടെ കളിയാണ്. വലിയവർ പണം കൊണ്ട് കളിക്കും. മാധ്യമങ്ങൾ വാർത്ത കൊണ്ട് കളിക്കും. സോഷ്യൽ മീഡിയ വികാരങ്ങൾ കൊണ്ട് കളിക്കും. ട്രേഡർമാർ ചാർട്ടുകൾ കൊണ്ട് കളിക്കും. സാധാരണ മനുഷ്യൻ ജയിക്കാൻ ഒരു വഴി മാത്രമുണ്ട്: അറിവ് നേടുക, ക്ഷമ പാലിക്കുക,
റിസ്ക് നിയന്ത്രിക്കുക, ഗോസിപ്പിൽ വീഴാതിരിക്കുക. മാർക്കറ്റ് ഒരു ശത്രുവേ അല്ല, അതൊരു അധ്യാപകനാണ്. അത് നമ്മളെ പഠിപ്പിക്കും. ലാഭം വരുമ്പോൾ വിനയം വേണം, നഷ്ടം വരുമ്പോൾ ധൈര്യം വേണം, വില താഴുമ്പോൾ പഠനം വേണം, വില ഉയരുമ്പോൾ നിയന്ത്രണം വേണം. മറ്റൊരു വിശകലനമായി വീണ്ടും കാണാം. ബൈ.